ഹായ്, എല്ലാവർക്കും ഫുഡ് പൊരിയിലേക്ക് സ്വാഗതം. അടിപൊളി ഒരു ബക്കറ്റ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടുള്ള ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഇതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ, കുറച്ച് കറിവേപ്പിലയും, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇനി ക്രഷ് ചെയ്ത് വെച്ച കുറച്ച് മുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്ത് ഒരു 4 വറ്റൽ മുളക് ക്രഷ് ചെയ്തതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കനൊക്കെ ഞാനിവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കനൊന്ന് നന്നായി ഒന്ന് ഇതിലൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് വരഞ്ഞു കൊടുക്കണം. നല്ല ആഴത്തിൽ പിന്നെ വരഞ്ഞു കൊടുത്താലേ നമ്മുടെ മസാലയൊക്കെ അതിലേക്ക് നന്നായി പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാലിൻ്റെ ഭാഗത്തും എല്ലായിടത്തും നന്നായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇന്ന് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത്. വീട്ടിലുള്ള കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇന്നിപ്പോൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ചിക്കനൊക്കെ നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം ഈ മസാലയൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മസാലകളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം. ഇതിലേക്ക് ഇനി നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച മുളക് പൊടിയും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഇതൊന്ന് നന്നായി അരച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പം എല്ലാം കൂടെ ചേർത്തിട്ട് ഈ മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ടാണ് ഈ മസാല മിക്സ് ചെയ്യണത്. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കണ്ടേ. എന്നിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇനി കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം, എന്നാലേ അത് നന്നായി വരുള്ളൂ. അപ്പോൾ കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കനിൽ ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. ഇപ്പോൾ ചിക്കനിലേക്ക് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ്റെ നമ്മൾ ഈ വരയിട്ട ഭാഗത്തൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ ചിക്കൻ്റെ ഉള്ളിലൊന്നും മസാല നന്നായി പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഈ വരയിട്ട് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ മസാല നന്നായിട്ട് തേച്ച് ഉള്ളിൽ ഭാഗത്തേക്കൊക്കെ തേച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും നമ്മൾ മസാല നന്നായി ഒന്ന് പുരട്ടി കൊടുക്കുക. ഇതിന് മുൻവശത്ത് മുഴുവൻ പുരട്ടിയതിന് ശേഷം അതിൻ്റെ പിൻഭാഗത്തും പിന്നെ നമ്മൾ അതിൻ്റെ ഉൾവശത്തും ഒക്കെ മസാല പുരട്ടിയെടുക്കണം. ഇന്നിപ്പോൾ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹായിക്കാനുണ്ട്. ഇപ്പം എൻ്റെ ബ്രദറാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. ഇതിൽ മസാല പുരട്ടണവും കാര്യങ്ങളൊക്കെ ചെയ്യണത് എൻ്റെ ബ്രദറാണ്. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും ഇതൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾവശത്ത് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കണം, ഉൾഭാഗത്ത്. എന്നാലേ നമ്മൾക്കത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഉൾഭാഗത്തൊക്കെ നന്നായി പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി മസാല പുരട്ടിയതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം അപ്പോഴേ അതിലേക്ക് മസാല നന്നായി പിടിച്ചു കിട്ടുള്ളൂ. അതിന് ശേഷം ആണ് നമ്മളിത് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു 2 മണിക്കൂർ ഏകദേശം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇത് ഞാൻ പുറത്തേക്ക് എടുത്തത്.
ഇനിയിപ്പോൾ ഇവിടെ ഇത് ചുട്ടെടുക്കുന്നതിന് തന്നെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു കമ്പ് ആദ്യം തന്നെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം തന്നെ വാഴയുടെ ഇല വെച്ച് കൊടുക്കുക. 2 3 ഇല വാഴയുടെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഈ കമ്പിയിലേക്ക് ഇറക്കി കൊടുക്കണം. ചിക്കനൊക്കെ മസാല പരട്ടി ഫ്രിഡ്ജിൽ എടുത്തുകൊണ്ട് വെച്ച് റെഡിയാക്കിയതാണ്. അപ്പോൾ ഈ ചിക്കനെ നമ്മൾ ഈ കമ്പിയിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ട് കെട്ടി വെക്കണം. ഇതിനെ ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ ഇതിനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയൊരു കമ്പി ഉപയോഗിച്ചിട്ടാണ് ഇത് കെട്ടണത്. അല്ലെങ്കിൽ ഇത് ചൂടായി വരുമ്പോൾ ഈ ചിക്കൻ ഊർന്ന് താഴേക്ക് പോവും. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് കെട്ടി കൊടുക്കുക. നന്നായി കഴുത്തിൻ്റെ ഭാഗവും എല്ലായിടത്തും കെട്ടിയതിന് ശേഷം ഒരു പാത്രം ഉപയോഗിച്ച് ഇത് അടച്ചു വെക്കുന്നുണ്ട്. ഇത് എണ്ണയൊക്കെ കൊണ്ടുവരുന്ന ടിന്നാണ്. ആ ടിന്ന് ഉപയോഗിച്ച് അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടാവുമ്പോൾ നമ്മുടെ ഇത് തെറിച്ച് പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ ടിന്നിന് ഇളക്കം സംഭവിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഒരു വെയിറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ കൊണ്ടുവന്ന് വിറകൊക്കെ വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് വേഗം വിറകൊക്കെ എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ തൊടിയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ വിറകുകളും ഓലക്കൊടിയും അതൊക്കെയാണ് വെക്കുന്നത്. വലിയ വലിയ വിറക് വെച്ച് കഴിഞ്ഞാൽ വേഗം കത്തി ചൂടായിട്ട് നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകളും ഓലക്കൊടിയും അങ്ങനെ തൊടിയിലുള്ള ഓരോ വിറകുകളാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടത്. ഇതൊക്കെ റെഡിയാക്കിയിട്ട് കുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കേണ്ട അതിൻ്റെ അടുത്ത്. അപ്പം ഇതിനിതാ ഒരാൾ തീ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തീ പിടിച്ച് കിട്ടാനൊരു പ്രയാസമുണ്ട്. അപ്പോൾ അതപ്പോൾ ഏകദേശം കത്തി വരുന്നുണ്ട്. തീ ഏകദേശം പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് കത്തിക്കുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ ചെറിയ വിറകുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി. വലിയ വിറകുകളൊക്കെ ആകുമ്പം വേഗം കത്തി കരിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗം കരിഞ്ഞു പോകും. അപ്പം ചെറിയ ചെറിയ കമ്പുകളോ അങ്ങനത്തെ വിറകുകൾ മാത്രം വെച്ചാൽ മതി. ഏകദേശം ഒരു 15 മിനിറ്റ് സമയമെടുത്ത് ഇതിങ്ങനെ നമ്മൾ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ഇങ്ങനെ ഏകദേശം ഇത് കത്തി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊന്ന് തണുത്തതിന് ശേഷമാണ് പിന്നെ ഇത് തുറന്ന് നോക്കിയത്. അപ്പോൾ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 5 മിനിറ്റും ഒരു 10 മിനിറ്റിനും ശേഷമാണ് പിന്നെ നമ്മളത് തുറന്ന് നോക്കിയത്. അപ്പോൾ ഈ കല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് തുറക്കാൻ പോവുകയാണ്. ഇപ്പോൾ കല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയാം. അപ്പം നമ്മുടെ ബക്കറ്റ് ചിക്കൻ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബക്കറ്റ് ചിക്കൻ റെഡിയായി. ഇനി നമുക്കിതിനെ കമ്പിയിൽ നിന്നൊന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ അതാ കമ്പിയിൽ നിന്ന് അഴിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബക്കറ്റ് ചിക്കൻ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സ്മെല്ലും ഉണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്ന് തന്നെ ഇരുന്ന് എല്ലാവരും കൂടെ കഴിക്കുകയാണ്. എല്ലാവരും മയോണൈസൊക്കെ കൂട്ടിയിട്ട് അത് അവിടെ ഇരുന്ന് തന്നെ എല്ലാവരും ഇപ്പം തന്നെ കഴിക്കുന്നുണ്ട്. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവരൊക്കെ പറയണത്. അപ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ ഇത് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട്.